ഹലോ ഗായ്സ്, എയർപോർട്ടിൽ 6 മണിക്ക് എത്തേണ്ടതിന് പകരം ചില സാങ്കേതിക തകരാറുകളാൽ ഞങ്ങൾ 2 മണിക്ക് എറണാകുളത്ത് എത്തി. അപ്പോൾ അത്ര നേരം കാറിൽ തന്നെ ഇരിക്കുക പോസിബിൾ അല്ലല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എങ്ങോട്ടെങ്കിലും ചുമ്മാ കറങ്ങാൻ പോവാന്ന് ഈ കുറച്ച് സമയം കൊണ്ട്. അങ്ങനെ പോയൊരു സ്ഥലമാണിത്. സാമ്പാർ കഴിക്കുന്ന ഡിയർ. പിന്നെയുള്ള ബാക്കി സമയം ഞങ്ങൾ സായിക്കുട്ടൻ്റെ മുടിക്ക് ഒരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനെപ്പറ്റി സായു പറയും. പറ സായു ബേബി, എങ്ങനെയുണ്ടായിരുന്നു മേക്ക് ഓവർ? മുടിയൊക്കെ വെട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ മുടി ഷോർട്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നല്ലോ. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സമയം അടുക്കാറായി. കൂട്ടുകാരനെ പിരിയാൻ പോവാണ്. ഇനി കൂട്ടുകാരനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ കാണാൻ സാധിക്കുള്ളൂ. ഇനി ഇവിടം തൊട്ടുള്ള ദിവസങ്ങളിൽ ഞാനും എൻ്റെ സായു ബേബി മാത്രമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ലാത്വിയ പോകുമ്പോൾ വരെ എനിക്ക് ഇത്ര പേടിയില്ലായിരുന്നു. വേറൊന്നല്ല, ഈ 3 ഫ്ലൈറ്റും കയറി 19 മണിക്കൂർ ട്രാവലിങ് ചെയ്ത് സായ അവിടെ എത്തുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ആദ്യമേ തൊട്ട് ടെൻഷനായിരുന്നു. അതുമാത്രമല്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് റെസ്പോൺസിബിലിറ്റിയും കൂടാണല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് സായോട്ടൻ അവിടെ എത്തി. ചിൽഡ്രൻസ് ഡേയുടെ ബാഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും സായ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഗൈസ് നമ്മളിപ്പോ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റ് കയറി ജർമ്മനിയിൽ നിന്ന് റേഡിയയിലേക്ക് പോവാണ്. സായിയുടെ പ്രതീക്ഷിച്ച പോലെ തന്നെ വിൻഡോ സീറ്റ് സായിന്റെ ബേബിക്ക് കിട്ടി. അങ്ങനെ ഞാൻ 1 മാസത്തെ വെക്കേഷന് ശേഷം വീണ്ടും തിരിച്ച് റിഗയിലെത്തി, കൂടെ സായിക്കുട്ടനും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.